ജി ടി എഡ്യൂക്കേഷന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം തിങ്കളാഴ്ച നമ്മുടെ പ്ലസ് ടുവിന്റെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ എക്സാം നടക്കുകയാണ്, പബ്ലിക് എക്സാം നടക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടാനായിട്ട് ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ടോട്ടൽ മാർക്ക് 60 മാർക്സ് ആണ്. നിങ്ങൾക്കറിയാം 2 മണിക്കൂറാണ് വരുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് സമയം കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. ഒരു മാർക്ക് ക്വസ്റ്റൻ ആണ്. അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ണറിന്റെ കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലേക്കാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം കറന്റ് അക്കൗണ്ട് ആണ്. ആൻസർ കറന്റ് അക്കൗണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ the amount of general reserve is transferred to all the partners capital account in dash. അപ്പോൾ ഒരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ റിസർവിന്റെ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ജനറൽ റിസർവിന്റെ എമൗണ്ട് നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ചോദ്യം. ഉത്തരം ഓൾഡ് റേഷ്യോ. ഓപ്ഷൻ സി ആണ് ഓൾഡ് റേഷ്യോ. 3. In the case of a death, the total amount due to the deceased partner is transferred to his dash account. അപ്പോൾ നമ്മൾ ഡാഷ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഡെത്ത് സംഭവിച്ചാൽ ഡിസീസ്ഡ് പാർട്ണറിന്റെ ടോട്ടൽ എമൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഉത്തരം എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. പല പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കണം. നാലാമത്തെ ചോദ്യം, എക്സ് വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. എക്സ് റിട്ടേൺസ് and new ratio between y and z is dash. അപ്പോൾ എക്സും വൈയും സെറ്റും പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 5:3:2 ആണ്. എന്നിട്ട് എക്സ് റിട്ടയർ ചെയ്യാണ്. അപ്പോൾ വൈയും സെറ്റും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും ചോദ്യം. 3:2 ആണ് ആൻസർ. ഇനി അടുത്തത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി, പക്ഷെ നമ്മൾ എല്ലാത്തിന്റെയും ആൻസർ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, റൈറ്റ് ദ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് അപ്ലിക്കബിൾ എന്ന് എഴുതുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും? ഈക്വലി ആയിരിക്കും. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 6% per annum ആയിരിക്കണം. അടുത്ത ചോദ്യം, എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്വയർസ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. മെൻഷൻ ദ റൈറ്റ്സ്. അപ്പോൾ ഒരു പുതിയ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്താൽ ആ പാർട്ണറിന് ഫേമിൽ ഉള്ള 2 മെയിൻ ആയിട്ടുള്ള റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് അത് എഴുതാനാണ് പറയുന്നത്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ അസറ്റ്സ് ഷെയർ ചെയ്യാനുള്ള അവകാശം. രണ്ടാമത്തത് റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓർ ലോസ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ്സും ലോസും ഷെയർ ചെയ്യാനുള്ള അവകാശം. ഏഴാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിംഗ് ഹിന്റ്സ്. ഹിന്റ് ഇതാണ്, ട്രീറ്റ്മെന്റ് ഓഫ് ലോസസ് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു ഫേം അവസാനിപ്പിക്കുമ്പോൾ, ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ അതിന്റെ ലോസസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് ഹിന്റ് എഴുതുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഔട്ട് ഓഫ് ഡാഷ്. അപ്പോൾ ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. ഓക്കെ, രണ്ടാമത്തെ വരുന്നത് നെക്സ്റ്റ് ഔട്ട് ഓഫ് ഡാഷ് ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസറി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദിയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നെക്സ്റ്റ് ഔട്ട് ഓഫ് വരുന്നത് ക്യാപിറ്റൽ ആണ്. ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസറി ബൈ ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദിയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, അശ്വിൻ ആൻഡ് നേഹ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. സച്ചു ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. അശ്വിനും നേഹയും ഒരു ഫേമിന്റെ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. അത് 5:3 ആണ്. ഇനി സച്ചുവിനെ ഒരു പുതിയ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. സച്ചു 1/4 ഷെയർ ആണ് പ്രോഫിറ്റ്സിനുള്ളത്. ന്യൂ പാർട്ണർ 1/4 ആണ് ഷെയർ സച്ചുവിന്റെ. ഹി ഷുഡ് ബ്രിങ്സ് ഇൻ 75,000 ആസ് എ ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ₹40,000. ഗിവ് നെസറി ജേണൽ എൻട്രീസ്. അപ്പൊ സച്ചു പുതിയ ആളെ കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ 75,000 ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഗുഡ് വില്ല് ഷെയർ ചെയ്യുന്നത് ഷെയർ ഓഫ് ഗുഡ് വിൽ 40,000. ഗുഡ് വില്ലിന്റെ 40,000 ഒരു ഷെയറും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഗീവ് നെസറി ജേണൽ എൻട്രീസ്. ഓക്കെ,
ജേണൽ എൻട്രീസ് നെസറി കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യം. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രിയുടെ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റേഡ് ടു 1,15,000 ആണ്. അപ്പൊ ഇതെങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സച്ചുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 75,000 ആണ്. പ്രീമിയം ഗുഡ് വിൽ അക്കൗണ്ടിൽ വരുന്നത് 40,000 ആണ്. അപ്പൊ ടു സച്ചുസ് ക്യാപിറ്റൽ അക്കൗണ്ട് 75,000, ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് 40,000. പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെക്റ്റേഡ് 40,000 ആണ്. അതിൽ അശ്വിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നത് 25,000 ആണ്. കാരണം എങ്ങനെയാണ്, റേഷ്യോ 5:3 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 45,000 ഇൻറ്റു 5/8 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 25,000 വരിക. അതുപോലെ നെഹയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നത്, നെഹയുടെ റേഷ്യോ 3/8 ആണ്. അപ്പോൾ ആ 3/8 വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് 15,000 വരും. അങ്ങനെയാണ് 40,000 25,000 15,000 എന്നുള്ള ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റേഡ് 40,000 ആണ്. അശ്വിൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന ഇത് 25,000 ആണ്. നെഹാസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നു 15,000 ആണ്. ഇതാണ് ഇതിന്റെ എൻട്രി വരുന്നത്. അടുത്ത ചോദ്യം 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം റൈറ്റ്, അതില് ഒന്നാമത്തെ ചോദ്യം, അതായത് നമ്മുടെ 9ാമത്തെ ചോദ്യമാണ് നമ്മൾ പറയുന്നത്. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ്. അപ്പൊ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള 2 ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ പോയിന്റ്, 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, യൂഷ്വലി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. അപ്പോൾ ക്യാപിറ്റലിന്റെ എമൗണ്ട് റിമെയിൻസ് സെയിം ഇയർ ആഫ്റ്റർ ഇയർ അല്ലെ. ആ ക്യാപിറ്റൽ എമൗണ്ട് ഓരോ ഇയറിലും എന്തെങ്കിലും സെയിം ആണ്. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ക്യാപിറ്റൽ എമൗണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ കറണ്ട് അക്കൗണ്ടിലാണ് മേക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ്സ് മേക്ക് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ബോത്ത് ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലാണ് അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. 4 ഡിഫറൻസ് എഴുതണം. ഓക്കെ, ഇവിടെ 3 പറഞ്ഞിട്ടുള്ളത്, നമ്മൾ 4 പറഞ്ഞു, ഏതെങ്കിലും 3 എഴുതിയാൽ മതിയാവും. 4 എഴുതിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 10ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് റിലേറ്റ് ടു ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ഫേം ഫോർ ദ ലാസ്റ്റ് 4 years. ഇപ്പോൾ ഒരു ഫേമിന്റെ പ്രോഫിറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇയർ 2019 പ്രോഫിറ്റ് 20,000 ആണ്, 2020 40,000 ആണ്, 2021 50,000 ആണ്, 2022 70,000 ആണ്. The capital employed by firm is 2 lakh and calculate the goodwill at 4 years purchase of purchase of super profit assuming normal rate of return is 10%. ഗുഡ്വിൽ നമുക്ക് ഒരു 4 ഇയേഴ്സിന്റെ ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അസ്യൂമിങ് നോർമൽ റേറ്റ് റിട്ടേൺ 10% എന്നുള്ള രീതിയിലാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഗുഡ്വില്ലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. അങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ആദ്യം തന്നെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓരോ 2019 20,000, 2020 40,000, 2021 50,000, 2022 70,000 ആണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് എത്ര വർഷങ്ങളാണ് തന്നത്? 4 വർഷത്തിന് ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ 20 + 40 60,000, 50,000, 1,10,000, 1,80,000 ഡിവൈഡഡ് ബൈ 4 നമുക്ക് 45,000 45,000 ആണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുക. ഈ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 2 ലാഖിന്റെ 10% ആണ് എടുക്കുക. അപ്പൊ 20,000 ആണ് നോർമൽ പ്രോഫിറ്റ് വരിക. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 45,000 ആണ്.
മൈനസ് നോർമൽ പ്രോഫിറ്റ് 20,000 ആണ്. അപ്പോൾ 25,000 ആണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഈസ് 25,000 into 4 ഈക്വൽ ടു 1 lakh. ഓക്കെ, 3 മാർക്കാണ് അതിന് വരുന്നത്. 11ാമത്തെ ചോദ്യം, A, B and C are equal partners in a firm. B decides to retire from the firm. Write the journal entry for the following. അപ്പോൾ എയും ബിയും ഒരു ഫേമിലെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ദർ റേഷ്യോ ഈക്വലി ആണ്. 1:1 എന്നുള്ള ഈക്വൽ റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഈ ബി ആ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ജേണൽ എൻട്രി എഴുതാം. അതിൽ എ എന്ന് പറയുന്നത് റിസർവ് 3,000 ആണ്. ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ 6,000 ആണ്. ഇതിന്റെ എൻട്രി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് റിസർവ് അക്കൗണ്ട് ഡെക്റ്റേഡ് 3,000 ആണ് വരുന്നത്. റിസർവ് അക്കൗണ്ട് ഡെക്റ്റേഡ് 3,000. അതിൽ ഈക്വൽ റേഷ്യോ ആയതുകൊണ്ട് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,000, ടു ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,000, ടു സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,000 അങ്ങനെ വരും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് 6,000 ആണ്. അതും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റേഡ് 2,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റേഡ് 2,000 ആൻഡ് സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റേഡ് 2,000. അങ്ങനെ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇറ്റ് ഈസ് 6,000 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഓഫ് എ ഫേം. അപ്പോൾ ഇവിടെ നല്ല ശ്രദ്ധിക്കണം, പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ, ഡിസോൾവ് ചെയ്യുമ്പോൾ, ഒരു പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ പാർട്ണർഷിപ്പ് അവസാനിപ്പിക്കുമ്പോഴും ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മീനിങ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന മീനിങ് എക്കണോമിക് റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ചേഞ്ച്. പാർട്ണേഴ്സിന്റെ എക്കണോമിക് റിലേഷൻ, അവർ തമ്മിലുള്ള പാർട്ണേഴ്സിന്റെ എക്കണോമിക് റിലേഷൻ ചേഞ്ച് ചെയ്യുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന്റെ മീനിങ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ മീനിങ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ണേഴ്സ് ഓഫ് എ ഫേം കംസ് ടു എൻ എൻഡ്. അപ്പോൾ ആ ഫേമിന്റെ അത് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ പാർട്ണേഴ്സിനുള്ള പാർട്ണർഷിപ്പ് അതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്തപ്പോൾ ഒരു പാർട്ണറിനെ ഡിസോൾവ് ചെയ്താൽ മറ്റ് പാർട്ണേഴ്സ് തമ്മിലുള്ള പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് കമ്പനിയുടെ പാർട്ണർഷിപ്പ് അവസാനിക്കുമ്പോൾ എല്ലാ പാർട്ണേഴ്സും തമ്മിലുള്ള ഇത് ഒരു എൻഡ് ആവാണ് ചെയ്യുക. ഇതിന്റെ ടെർമിനേഷൻ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റ്, ബിസിനസ് ടെർമിനേറ്റ് ആവുന്നില്ല. പക്ഷെ ഫേമിന്റെ കാര്യം, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കാര്യത്തിൽ ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ഈ മൂന്നാമത്തെ കാര്യം കോർട്ട്സ് ഇന്റർവെൻഷൻ, അതിന്റെ ബേസിസ് കോർട്ട് ഇന്റർവെൻഷൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു കോർട്ട് ഇന്റർവെൻഷൻ ഒന്നും ഇല്ല. പക്ഷെ ഫേമിന്റെ കാര്യത്തിൽ ഡിസൊല്യൂഷൻ വരുമ്പോൾ കോർട്ട് മേ ഇന്റർവീൻ ആൻഡ് ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പോൾ കോർട്ട് അതിൽ ഇടപെടും. അതുപോലെ ഫേമിന്റെ ഡിസൊല്യൂഷനുള്ള ഒരു ഓർഡറും അതിൽ ഉണ്ടാവും. ഓക്കെ, 4th വൺ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ആണ്. ഡിസൊല്യൂഷൻ പാർട്ണർഷിപ്പിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ്. അസറ്റ് ആൻഡ് ലയബിലിറ്റി റീവാല്യൂ ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഫേമിന്റെ ഡിസൊല്യൂഷൻ വരുമ്പോൾ അസറ്റ്സ് ആർ സോൾഡ്, ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ് ആൻഡ് ബാലൻസ് യൂട്ടിലൈസ് ടുവേർഡ്സ് സെറ്റിൽമെന്റ് ഓഫ് പാർട്ണർ. അപ്പോൾ അസറ്റ്സ് എല്ലാം വിറ്റിട്ട് ലയബിലിറ്റി എല്ലാം പേ ചെയ്തിട്ടുള്ള ബാലൻസ് പാർട്ട്നേഴ്സിന് സെറ്റിൽമെന്റ് വേണ്ടി ഉപയോഗിക്കണം. ഇനി ക്ലോഷർ ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, കാരണം എന്താ അവിടെ ബിസിനസ്സോടെ ടെർമിനേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഡിസൊല്യൂഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഓൾ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. റൈറ്റ്, അപ്പോൾ 3 എഴുതിയാൽ മതി എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ അല്ലെങ്കിൽ 3 എഴുതാം.